നമുക്കിന്ന് ഉച്ചയൂണ് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് ഇന്നത്തെ അല്ല, കുറച്ച് ദിവസം മുമ്പുള്ളതാണ്. ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ? അതേ കുടലാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തൊക്കെ ഇതിന് കുടലെന്നാണ് പറയുന്നത്. പോട്ടി എന്ന് പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇനി ഇത് കിട്ടിയ അന്നത്തെ ദിവസം പോക്കാണെന്നറിയാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് നല്ല തിളച്ച വെള്ളത്തിലിടുമ്പോഴത്തേന് ഇത് നല്ലപോലെ ഉരിഞ്ഞിങ്ങി വരും കേട്ടോ. അങ്ങനെ 5-6 വെള്ളത്തിൽ ഒത്തിരി വെള്ളത്തിൽ കഴുകണം. അത് കഴിഞ്ഞിട്ട് ആ കഴുകുന്ന സ്ഥലം കൂടെ നല്ല വൃത്തിക്ക് കഴുകി ഇട്ടില്ലെങ്കിൽ പിന്നെ പട്ടി നമുക്ക് പ്രശ്നമാകും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ എല്ലാ അഴുക്കും കളഞ്ഞിട്ട് പിന്നെ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ കുക്കറിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് ഒരു വിസിലടിച്ച് വേവിച്ചിട്ട് ആ വെള്ളത്തോട് ഇതങ്ങ് കളയും കേട്ടോ. ഒരു ചോരുന്ന പാത്രത്തിൽ വെച്ചിട്ട് എടുക്കും. അന്നേരം ഇപ്പം ഇതിന് സ്മെല്ല് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയി കിട്ടും. പിന്നെ ആ കുക്കർ കഴുകിയിട്ട് ഈ പൊടി സംഭവം അതിനകത്തോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടിയും, മസാലപ്പൊടി, മല്ലിപ്പൊടിയും, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് 3-4 വിസിലടിച്ച് എത്ര വിസിൽ കൂടുതൽ അടിക്കുന്നോ അത്ര ഇതിന് നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് 5-6 സവാള ഇട്ട് വഴറ്റാൻ വയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് പെരുജീരകം പൊട്ടിച്ചിട്ട് സവാള ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുവേ. എന്നിട്ട് ഈ വെന്ത് വന്ന കുടലാണെങ്കിൽ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ പിന്നെ തീ കുറച്ചിട്ട് നല്ല വഴറ്റി എത്ര തീ കുറച്ച് വഴറ്റാവോ അത്ര ഇത് ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഇരിക്കും കേട്ടോ. നല്ലതായിട്ട് ചെറിയ തീയിൽ ഇഷ്ടം പോലെ ഇട്ടിട്ടാലും കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടേക്കാവേ. ഈ സമയം തന്നെ കുറച്ച് പരിപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മുരിങ്ങയില തോരനും കൂടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയൂണിന് ഈ കുടൽ ഫ്രൈയും പരിപ്പും മുരിങ്ങയില തോരനും ആയിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. പിള്ളേർ ഇത് കൂട്ടാത്തതുകൊണ്ട് പിള്ളേർക്ക് കുറച്ച് ബീഫ് എടുത്ത് അങ്ങോട്ട് വറുത്തു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.